ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ പലതും പറയാനുണ്ട്. ഒരു പഴയ അമ്പലമാണ്. പലതും ഇതിനെപ്പറ്റി പല മഹർഷികൾ തൊട്ട് സാധാരണ വലിയ ബുദ്ധിമാന്മാരെ വരയ്ക്കുള്ള ആൾക്കാർ അതിനെപ്പറ്റി പലവിധം വർണ്ണിച്ചിട്ടുണ്ട്, പല പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ CK ദാമോദരൻ നമ്പീശൻ, ചെമ്പഴക്കിഴക്കിതിൽ ദാമോദരൻ നമ്പീശൻ. എൻ്റെ അച്ഛൻ CK നീലകണ്ഠൻ നമ്പീശൻ. അദ്ദേഹമാണ് ഇവിടെ ഗുരുവായൂർ കീഴടമായിരിക്കുന്ന താമരയൂര് ശ്രീകണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴകം നോക്കിയിരുന്നു. പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിലും നോക്കിയിരുന്നു. ഇങ്ങനെ അച്ഛൻ ആ കാലത്ത് തന്നെ സത്യാഗ്രഹത്തിലൊക്കെ പെട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഇവിടെ കേളപ്പൻ, KG EMS അമ്മാരികളെ മഹാന്മാർക്കൊക്കെ ഗുരുവായൂരെ പറ്റിയിട്ട് അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അവരായിട്ടൊക്കെ വളരെ പരിചയമുള്ള ആളായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷേ ഇപ്പോഴുള്ള ജനറേഷൻ ആർക്കും അറിയില്ല. അപ്പോൾ നീലകണ്ഠൻ നമ്പീശൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ശേഷം എൻ്റെ ജ്യേഷ്ഠനിൽ ഒരാളായ നാരായണൻ നമ്പീശൻ എന്ന് പറഞ്ഞ ആൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നല്ലൊരു മെമ്പറായിരുന്നു. ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പ്രമുഖമായിരുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് അവരുണ്ടായിട്ടുള്ളത്. ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ അച്ഛൻ മരിച്ചതോടുകൂടി ഞങ്ങളൊക്കെ പല വീട്ടിലേക്ക് പോകേണ്ട വന്നിരുന്നു. എന്നാലും ഗുരുവായൂർ അമ്പലത്തിൽ ദിവസം പൂവും തൊഴിലൊക്കെ ചെയ്തിരുന്നല്ലേ? എത്ര വർഷമായി ഇവിടെ? 100 കൊല്ലത്തിന് ശേഷം, 100 കൊല്ലത്തിലധികമായിപ്പോയി ഞങ്ങളിപ്പോൾ താമരൂർ വന്നിട്ട്. ഞങ്ങൾ ശുഗപുരത്തു നിന്ന് വന്നവരാണ്. വട്ടംകുളം. എത്ര കൊല്ലമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ദിവസം തെറ്റാതെ തൊഴാറുണ്ട്? ഞാൻ പോയി വന്നതിന് ശേഷം 27 കൊല്ലം കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വൈഫും കൂടിയിട്ട് ദിവസം ഭഗവാനെ തൊഴുത് രാവിലത്തെ ശിവേലി കഴിഞ്ഞ് വന്നിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഒടുക്കം. ഇപ്പോൾ വയ്യാണ്ടിയായി, കുറേ വയസ്സായി. 89 വയസ്സ്, 90 വയസ്സാവണം എനിക്കിപ്പോൾ. അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ കൃഷ്ണനെ പറ്റി? എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചു?